മിക്കവാറും പല ആളുകളും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലേദിവസം അവർ പ്ലാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് എങ്ങനെ നടത്തിയെടുക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും ഉറക്കമുണരുന്നത്. ചിലർ അങ്ങനെ പ്രത്യേകിച്ച് ചിന്തയൊന്നും കാണില്ല, കാരണം എന്തെങ്കിലും ആവട്ടെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ചിന്തിച്ചാണ് അവർ എഴുന്നേൽക്കുന്നത്. എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല. തലേ രാത്രി അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ടാണ് അവർ ഉറങ്ങിയത്. പ്രഭാതം കാണുമാറാക്കിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് അവർ ഉറക്കം ഉണരുന്നത്. വാസ്തവത്തിൽ അത് സന്തോഷകരമായ ഒരു കാര്യമല്ലേ? നമ്മൾ പലരും ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പ്രാർത്ഥന എന്ന് ഞാൻ പറയില്ല, എന്നാൽ പലർക്കും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പ്രാർത്ഥന ഇന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. തുടർന്ന് ചില നിമിഷങ്ങളിലെ ചിന്തയ്ക്കായി 5-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കട്ടെ. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ചില പ്രത്യേക അവസരങ്ങളിലെങ്കിലും നമ്മൾ പലചരക്ക് കടയിൽ പോകുമ്പോഴാണെങ്കിൽ പോലും ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് പോകുന്നത്. ചിലപ്പോഴല്ല, എപ്പോഴും അങ്ങനെ പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം അവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും ഒരുപക്ഷെ നമുക്ക് അത്യാവശ്യമെന്ന് തോന്നി വാങ്ങിക്കൂട്ടേണ്ടി വരും. ലിസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത്രയൊന്നും നമ്മൾ വേറെ സാധനങ്ങളിലേക്ക് ശ്രദ്ധ പോകത്തില്ല. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അതിൻ്റെ വരുംവരായികളൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മിൽ എത്ര പേർ ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് നൽകുമ്പോൾ ദൈവത്തോട് നന്ദി പറയുകയും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയും ചെയ്യാറുണ്ട്? അന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് നേരിടാൻ പോകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതെല്ലാം നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ സമർപ്പിക്കാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ അന്നത്തെ അവസരങ്ങളെ വേണ്ട നിലകളിൽ പ്രയോജനപ്പെടുത്തുവാനും നേരിടേണ്ടി വരുന്ന നിരാശകളെ വിജയകരമായി അതിജീവിക്കുവാനും നമുക്ക് കഴിയും. റേ ഓട്ട്ലൻഡ് എന്ന ഒരു ദേവദാസൻ ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതിയതായിട്ട് വായിപ്പാനിടയായി. ഒരു ദിവസം സംഭവിക്കാവുന്ന സകല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രഭാത പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ദിവസം ആരംഭിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കുന്നതിനും പാപം ഏറ്റുപറയുന്നതിനുമൊക്കെ സമയമെടുക്കും. അതിനുശേഷം അന്ന് ചെയ്തു തീർക്കേണ്ടതും ചെയ്തു തുടങ്ങേണ്ടതുമായ കാര്യങ്ങൾ വെച്ചു വച്ചിരിക്കുന്ന പോക്കറ്റ് ഡയറി എടുത്ത് ആ ഓരോ കാര്യവും ഓർത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അന്ന് ആരെയൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്, അവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. അവരെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിയണമെന്നായിരിക്കും ഒരു പ്രാർത്ഥന. അന്യോന്യം സംസാരിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാനും പരസ്പരം സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങൾ സ്വീകരിപ്പാനും വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനുമൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒരുപക്ഷെ അന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാതെ ചിലരെ കണ്ടുമുട്ടേണ്ടി വന്നേക്കാം. അങ്ങനെ ആരെയെങ്കിലും കണ്ടുമുട്ടേണ്ടി വന്നാൽ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. എനിക്ക് നേരിട്ടേക്കാവുന്ന തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്തിൻ്റെ പരമമായ നിയന്ത്രണത്തിന് സമർപ്പിക്കാമെങ്കിൽ അത് ഒരിക്കലും എനിക്ക് ശല്യമാവില്ല എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ പ്ലാനുകളിൽപ്പെട്ടതാണെന്ന് എനിക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ദിനം പ്രതിയുള്ള സകല കാര്യങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളും മറ്റാരെങ്കിലുമായി നടന്നേക്കാവുന്ന ടെലിഫോൺ സംഭാഷണങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. മറ്റുള്ളവരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അതോർത്ത് പ്രാർത്ഥിക്കുക. ആ സമയം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതായതുകൊണ്ട് അത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളോട് ഒരുമിച്ച് വഴിക്കുന്ന നിമിഷങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഓരോ ദിവസത്തെയും സകല കാര്യങ്ങളും മുൻകൂട്ടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് അന്നത്തെ ദിവസം മുഴുവൻ സ്വസ്ഥത അനുഭവിക്കും എന്നുള്ളത് വാസ്തവമാണ്. എന്തുകൊണ്ടാണ് സ്വസ്ഥത എന്ന് ചോദിച്ചാൽ, അന്നത്തെ ദിവസം എന്തു സംഭവിച്ചാലും അതിനുള്ള പ്രതിവിധി നിങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ആ ദിവസം ആരംഭിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഷമകരമായ സാഹചര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള വെല്ലുവിളികളും ഒരുപക്ഷെ നേരിട്ടേക്കാം. പ്രവർത്തന പരിപാടികൾ എന്തു തന്നെയാണെങ്കിലും അത് ദൈവത്തിന് സമർപ്പിക്കുക. ആവുന്നിടത്തോളം ആർക്കും ദോഷം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ദാവീദ് പറയുന്നത്, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണം, കാരണം ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഈ രാവിലെ സമയം. അതേ പ്രിയരെ, പ്രഭാതം ദൈവത്തിന് വിട്ടുകൊടുത്താൽ അന്നത്തെ ദിവസം മുഴുവൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ജീവിതത്തിൽ നിങ്ങൾ തോൽവിയാകാൻ സമ്മതിക്കത്തില്ല. തോൽക്കേണ്ടി വരുന്ന സമയത്ത് പോലും നിങ്ങളുടെ ആത്മവിശ്വാസം കൈവിടാതെ, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന പൂർണ്ണമായ ബോധ്യത്തോടെ, സിംഹത്തിൻ്റെ ഗുഹയിൽ ദാനിയേലായിരുന്നപ്പോൾ എങ്ങനെയാണ്, ഈ ചൂളയ്ക്കകത്ത് ബാലന്മാർ വീണപ്പോൾ എങ്ങനെയാണ് അവർ മനസാന്നിധ്യം കൈവിടാതെ നിലനിന്നത് എന്നതുപോലെ നിങ്ങളും ശ്രമിക്കുക.
അപ്പോസ്തലന്മാർ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ കാരാഗ്രഹത്തിലെ എന്തെങ്കിലും കഷ്ടപ്പാടുകൾ ഓർത്ത് നിരാശപ്പെടുകയല്ല ചെയ്തത്. അവർ ദൈവത്തെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു, പാടി. തുടർന്ന് നമ്മൾ കാണുന്നത് അവർ അവിടെ നിന്ന് സ്വതന്ത്രമായി എന്നാണ്. അതെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. എന്നാൽ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളുടെ മനസ്സ് മടിക്കരുത്, പ്രാർത്ഥന നിർത്തരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്. തുടർമാനമായി പ്രാർത്ഥിക്കുക, മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക, ജയം കാണുന്നത് വരെ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. മടുത്തുപോകാതെ തുടർമാനമായി പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.